ഹലോ ഗായ്സ്, അപ്പൊ നാളെ അനിയത്തി വരികയുണ്ട് വീട്ടിലേക്ക്. അപ്പൊ എനിക്ക് 2 സിസ്റ്റർമാരുള്ളത്. ഒരാളെ ഇപ്പൊ ഹോസ്പിറ്റലിൽ നാളെ അഡ്മിറ്റ് ആക്കും. അപ്പൊ മറ്റാള് പ്രസവിച്ച ആളിപ്പോ എന്റെ അടുത്തേക്ക് വന്നിട്ട് നാളെ വരും ട്ടാ. അപ്പൊ നാളെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇഡ്ഡലിക്കുള്ള മാവ് ഞാൻ അരിപ്പൊടി കണ്ടെടുക്കുന്നത്. എനിക്ക് പച്ചരി ഇല്ല, അരിപ്പൊടിയിൽ ഉണ്ടാക്കുന്നത്, വറുത്ത അരിപ്പൊടി. അതിലേക്ക് നമ്മൾ ഉഴുന്നാണ് ചേർക്കുന്നത്. ഉഴുന്നും പിന്നെ ഒരു പിഞ്ച് ഉലുവയും ചേർക്കട്ടെ. അപ്പൊ ഉഴുന്നും കൂടിയിട്ട് കഴുകിയിട്ട് കുറച്ചേരം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം. ഇതിന്റെ ശേഷം വൈകുന്നേരമാണ്, രാത്രി ഒരു 6:30 7 മണിയൊക്കെ ആവാനായിട്ട് ഞാൻ അരക്കുമ്പട്ട. അപ്പൊ നമ്മളെ അരിപ്പൊടിയും ഉഴുന്നും ഉലുവയും പിന്നെ കുറച്ച് ചോറും കൂടി എടുക്കുക. അപ്പൊ ചോറും ഒക്കെ കൂടിയിട്ട് ഇതേപോലെ പാത്രത്തിൽ ഞാൻ കുഴച്ച് വെച്ചതിന് ശേഷം ഇതേ മിക്സിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക. പിന്നെ അരിപ്പൊടിന്റെ ഉഴുന്നിന്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ വലിയ ഗ്ലാസ് കൊണ്ട് ഉഴുന്നെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് അരിപ്പൊടി മതി. പിന്നെ ഈ ഒരു ഗ്ലാസ് കൊണ്ട് ഉഴുന്നെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 4 ഗ്ലാസ് അരിപ്പൊടി എടുക്കണം. എന്നതിന് ശേഷം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കൈക്കുള്ള കുറച്ച് ചോറ് കൊടുക്കുക. കൈന്റെ അളവിൽ കുറച്ച് ചോറ് കൊടുത്തിട്ട് ഇടുക. പിന്നെ ഒരു നുള്ള അപ്പസോഡ ചേർക്കണം കേട്ടോ. അപ്പസോഡ ചേർക്കാൻ നമ്മൾ നന്നായി സോഫ്റ്റ് കിട്ടാനും കുറച്ച് പൊന്തി വരാനായിട്ട്. ഈ മഴക്കാലത്ത് വേണ്ടിയുള്ളൂ. പിന്നെ നന്നായി കുറച്ച് ഉപ്പും കൂടി ഇടണം. ഉപ്പിട്ടതിന് ശേഷം നന്നായി ഇതേപോലെ മിക്സ് ആക്കി എടുക്കണം. കൈ കൊണ്ട് തന്നെ ഇളക്കിയെടുക്കണമെങ്കിൽ നന്നായി പൊന്തി വരും കേട്ടോ. പിന്നെ ഞാൻ മഴക്കാലത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു പാത്രം എടുത്തിട്ട് ഞാൻ നല്ല ചൂടുള്ള വെള്ളം, നേരിയ ചൂടുള്ള വെള്ളം എടുത്തിട്ട് വെള്ളയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിന് ശേഷം ഇതേപോലെ അടപ്പിട്ടിട്ട് നമ്മൾ അരച്ച മാവിന്റെ പാത്രം അതിലേക്ക് ഇറക്കി വെക്കട്ടോ. പിന്നെ നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം അതിന്റെ മേലെ എന്തെങ്കിലും കനുള്ള കയറ്റി വെക്കണം. ഒന്നില്ലെങ്കിൽ ഒലക്ക കയറ്റി വെച്ചിട്ട് ചതക്കണത് കയറ്റി വെക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ദോശക്കല്ലോ പത്തിരിച്ചട്ടിയോ ഒന്നിലും കയറ്റി വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ നല്ല വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മേലൊക്കെ നമ്മൾ ചെമ്പിറക്കി വെച്ചിട്ട് അതിന്റെ മീതൊക്കെ നമ്മളെ ദോശക്കല്ല് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നാളെ വരെ ഇരിക്കട്ടെ, നന്നായി പൊന്തി വരും. അപ്പൊ നാളത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ